കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വി.സി. മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോയി. രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കേറ്റ് യോഗ തീരുമാനം അംഗീകരിക്കാതെയാണ് വി.സി. ഇറങ്ങിപ്പോയത്. ഉമേഷ് മൂപ്പുളമ തർക്കം, അധികാര ചേരിപ്പോര് ഇതൊക്കെ നിർത്താറായില്ലേ? തീർച്ചയായും അശ്മി, അത്തരമൊരു സമീപനമായിരുന്നില്ല ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വി.സി. സ്വീകരിച്ചത്. നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ കാര്യത്തിൽ സിൻഡിക്കേറ്റിന് ഉചിതമായ തീരുമാനം എടുക്കാം എന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത്. അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് അനന്തമായി നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കുകയും സിൻഡിക്കേറ്റ് വേഗം ചേരണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി തന്നെ നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. ഇതിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തെ ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത 22 അംഗങ്ങളിൽ 19 അംഗങ്ങളും പിന്തുണച്ചു. 3 പേർ മാത്രമാണ് പിന്തുണയ്ക്കാത്തത്, എതിരഭിപ്രായം രേഖപ്പെടുത്തിയത്. ഈ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷ അംഗങ്ങളും പിന്തുണച്ചിട്ടും സിൻഡിക്കേറ്റിന്റെ തീരുമാനം അതായിട്ടും പക്ഷേ അത് അംഗീകരിക്കാൻ വി.സി. തയ്യാറായില്ല. വി.സി. ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തനിക്ക് ഈ യോഗത്തിൽ ഈ തീരുമാനം അംഗീകരിക്കാനാകില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾ ചാൻസലറായ ഗവർണർ എടുക്കട്ടെ, താൻ കെ.എസ്. അനിൽകുമാറിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ചാൻസലർ തീരുമാനം എടുക്കട്ടെ, ചാൻസലർക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയാണ് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഭൂരിപക്ഷ അഭിപ്രായം ഈ കെ.എസ്. അനിൽകുമാറിനെ തിരിച്ചെടുക്കുന്നതാണ് എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് ഇറങ്ങിപ്പോയത്. ഹഷ്മി, ഓക്കെ, വി.സി. ഇറങ്ങിപ്പോയ വാർത്ത പറയുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.